അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബറൈൽ രത്നങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഒരു രത്നക്കല്ലാണ് ബറൈൽ. ഈ ബറൈൽ ഇനത്തിൽപ്പെട്ട കല്ലുകളിൽ ബെർലീയത്തിൻ്റെയും അതുപോലെ അലുമിനിയത്തിൻ്റെയും സിൽക്കോ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 6 വശങ്ങൾ ഉള്ളതും അതുപോലെ 6 മൂലകൾ ഉള്ളതുമായ ഈ ക്രിസ്റ്റലുകളായി അതുപോലെ സ്ഫടിക രൂപം ബൈറൽ ഖനനം ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിനെ ഖനനം ചെയ്ത് എടുക്കുന്നത്. വളരെ വലുത് മുതൽ തീരെ ചെറിയ ക്രിസ്റ്റലുകളായിട്ടാണ് കനികളിൽ നിന്നും അത് ഖനനം ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ വലിയ കല്ലുകളായിട്ടും ചെറിയ കല്ലുകളായിട്ടും എടുക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ബറൈൽ ഇനത്തിൽപ്പെട്ട കല്ലുകൾ അധികവും അകവശം കാർമേഘം പോലെ, അതിൻ്റെ അകത്ത് നോക്കിയാൽ കാർമേഘം ഇങ്ങനെ ഉള്ളതുപോലെ മൂടൽ ഉള്ളതായി ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അകവശം കാർമേഘം പോലെ മൂടൽ ഉള്ളവ ആയിരിക്കും. എന്നാൽ നല്ല ട്രാൻസ്പെറൻറ്റ് ആയ കല്ലുകളിൽ നല്ല തിളക്കവും, അത്തരം നല്ല കല്ലുകളിൽ നല്ല തിളക്കവും ഉണ്ടായിരിക്കും. ഇവ സാധാരണയായി പ്രകാശരശ്മികൾ കടന്നു പോകാത്ത മങ്ങിയ മഞ്ഞ, മങ്ങിയ വെള്ള, അതുപോലെ മങ്ങിയ തവിട്ട് നിറം, മങ്ങിയ പച്ച എന്നീ നിറങ്ങളിലും കണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കടുത്ത നീല, കടുത്ത പച്ച, കടുത്ത മഞ്ഞ, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളിലും ബറൈൽ വർഗത്തിൽപ്പെട്ട കല്ലുകളെ കാണാൻ വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അപൂർവമായി മാത്രം ചുവപ്പ് ബൈറൽ കല്ലുകൾ കണ്ടുവരുന്നു. നല്ല നിറവും തിളക്കവും അതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയതുമായ കല്ലുകൾക്ക് വില വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇത്തരം രത്നങ്ങൾ പല ഭാഗങ്ങളിലായി ലഭിച്ചു വരുന്നു. അപ്പം ഇത്തരം കല്ലുകളെ സംബന്ധിച്ച് പല ആളുകളും പല കല്ലുകളും അറിയാതെ, ഇന്ന കല്ലുകളാണ് എന്ന് അറിയാതെ പല അബദ്ധത്തിലും പെട്ടുപോകുന്നവർക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാകാൻ വേണ്ടി രത്നക്കല്ലുകൾ ഒരുപാട് തരത്തിലുണ്ട്. അതിൽ നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്ന കല്ലുകൾ നവരത്നം. ഈ നവരത്നത്തിനെയാണ് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. എങ്കിലും ഈ നവരത്നങ്ങൾക്ക് പുറമെ മറ്റു രത്നങ്ങളും കൂടിയുണ്ട്. ഇത് പല ആളുകളിലും അറിയാത്ത ആളുകളാണ് ഉള്ളത്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമുക്ക് അറിയാവുന്ന ചില അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ബറൈൽ ഇനത്തിൽപ്പെട്ട കല്ലുകളിൽ
ബെർലിയത്തിൻ്റെയും അലുമിനിയത്തിൻ്റെയും സിലിക്കോൺ അടങ്ങി ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന ഒരു കാര്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉപയോഗങ്ങളും ഇത് ധരിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെ സംബന്ധിച്ചും നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അല്ലാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.